ദൈവനാമത്തിന് മഹത്വമാകട്ടെ. എല്ലാവരുടെയും മുമ്പിൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി വരാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതിനായി സ്തുതിക്കുന്നു. അങ്ങനെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങനെ വചനം പിടിവിക്കട്ടെ, അങ്ങനെ വചനം എൻലൈറ്റൻ ചെയ്യട്ടെ, അങ്ങനെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയുടെ ഈ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയാണ്. വചനം അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിക്കാതെ മടങ്ങി വരത്തില്ലല്ലോ. അങ്ങനെ വലിയ പ്രവർത്തിക്കെ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം ഇന്ന് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ കാര്യം, കർത്താവിൻ്റെ കാര്യമാണ് നമ്മൾ കേൾക്കുക. കർത്താവ് അതിശക്തനാണ്, കർത്താവ് നമുക്ക് വേണ്ടി ഇത് ചെയ്യും, കർത്താവ് നമ്മളെ വിടുവിക്കും, അതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം കർത്താവിനെ പറ്റി മാത്രമല്ല, മനുഷ്യനെ പറ്റിയും വളരെയധികം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ രീതിയിൽ ആ ലൈനിലൊന്ന് ധ്യാനിക്കാം. നമുക്ക് ആദ്യത്തെ ഒരു വാക്യം വായിച്ചു വേണം. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ ഈ ഭാഗത്തിൽ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്, നമുക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം. 8-ാം സങ്കീർത്തനം 4 മുതൽ 8 വരെയുള്ള വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഓ പ്രൈസ് ദി ലോർഡ്. വളരെ അതിഭയങ്കരമായൊരു കാര്യം ഇവിടെ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് കൈകളുടെ പ്രവർത്തിക്ക് അധിപതിയാക്കി സകലത്തെയും കാൽ കീഴാക്കി സകല മൃഗങ്ങളെ മത്സ്യങ്ങളെ എല്ലാം കാൽ കീഴാക്കിയാണ് മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ചത്. പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കാറുണ്ട്, ഞാനൊന്നുമില്ല, ഞാൻ കൃമിയ പുഴുവാണെന്നൊക്കെ. പക്ഷെ ഈ വേദഭാവം വായിക്കുമ്പോൾ വളരെ ഒരു ഹോണറബിൾ, വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് പവർഫുൾ പൊസിഷനിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ആളായിട്ടല്ല കർത്താവ് സൃഷ്ടിച്ച്. ഞാൻ നേരത്തെ കണ്ടപോലെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് കൈകളുടെ പ്രവൃത്തികൾക്ക് അധിപതിയാക്കി സകലത്തെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാം കാൽ കീഴാക്കി ഒരു മഹത്വത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പലപ്പോഴും മനുഷ്യന് സ്വന്തം കാര്യത്തെ ഓർക്കുമ്പോൾ വിലയില്ലായിരിക്കാം, പക്ഷേ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഭയങ്കരമായ പൊസിഷനിലാണ്. അപ്പം ഇത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു വേദഭാവം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്കൊന്നുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് കർത്താവ് എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങൾമേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ എറിയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ സകലത്തിന്മേലും വാഴുന്ന ഒരാളായിട്ടാണ് മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ചത്. പ്രൈസ് ലോർഡ്. എത്ര ഭയങ്കരമായ സൃഷ്ടി! കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സകലത്തിന്മേലും വാഴുന്ന ഒരു സൃഷ്ടിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതുതന്നെയാണ് നമ്മൾ 8-ാം സങ്കീർത്തനത്തിൻ്റെ വേദഭാഗത്തിലും വായിച്ചത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് കൈകളുടെ പ്രവർത്തികൾക്ക് അധിപതിയാക്കി സകലത്തിന്മേലും സകല മൃഗങ്ങളുടെ മേലും മത്സ്യത്തിൻ്റെ മേലും ഇഴജാതിക്കും അവനെ കാൽ കീഴാക്കി ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മഹത്വകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. പലപ്പോഴും നമുക്ക് നമ്മളെ അറിയത്തില്ല, നമുക്ക് നമ്മളെ തന്നെ വില കാണത്തില്ല. പക്ഷെ ഈ വേദഭാഗങ്ങൾ സ്പെസിഫിക്കായിട്ട് കാണുന്നു. അതിമഹത്വത്തോടെ തേജസ്സും ബഹുമാനവും അണിയിച്ച് സകലത്തിലും അധിപതിയാക്കി ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യരായ ഞാനും നിങ്ങളും. പറഞ്ഞ പോലെ നമുക്കിത് അറിയണമെന്നില്ല, പക്ഷെ ദൈവവചനം പറയുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സകലത്തിലും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണുപോയി. പാപത്താൽ വീണുപോയി. വീണുപോയപ്പോൾ കർത്താവ് പറഞ്ഞ ശാപത്തിൽ സ്പെസിഫിക്കായിട്ട് പറയുന്ന ഇതാണ്: നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരി ഇതെല്ലാം നിനക്ക് തരും. അവസാനം പറയുന്നു, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വേർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സകലത്തിലും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവ തേജസ്സിൽ വീണുപോയി. അവസാനത്തെ വാക്യം സ്പെസിഫിക്കായിട്ട് പറയും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിമഹത്തരമായൊരു പൊസിഷനിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തേജസ്സും ബഹുമാനവും അണിയിച്ച് കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സകലത്തിലും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണുപോയി. മരണം മനുഷ്യനിലേക്ക് വന്നു. സ്പെസിഫിക്കായിട്ട് ആ ലാസ്റ്റ് ഭാഗം കാണുന്നു, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ വീണുപോയ ഈ പാപം കൊണ്ട് മരണം മനുഷ്യരാശിയിൽ വന്നു ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മഹത്തരമായ പൊസിഷനിൽ നിന്നാണ് മനുഷ്യൻ വീണുപോയത്. കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു തേജസ്സും ബഹുമാനവും അണിച്ച് സകലത്തിലും അധിപതിയായി വാഴാൻ കർത്താവ് സൃഷ്ടിച്ച മനുഷ്യൻ
പാപത്താൽ വീണുപോയി. സ്പെസിഫിക്കായിട്ട് പറയാം, നീ വിയർപ്പോടെ അധ്വാനിച്ച് നീ ജീവിക്കും, പൊടിയിൽ നിന്ന് വന്ന് നീ പൊടിയിലേക്ക് ചേരും. വേറൊരു ഭാഷ പറഞ്ഞാൽ മരണം മനുഷ്യനിലേക്ക് വന്നു. ഈ ഒരു പ്രവൃത്തിയാൽ ആദാമിൻ്റെ പാപത്താൽ മരണം മനുഷ്യരാശിയിലേക്ക് കടന്നു വന്നു. ഇതാണ് മനുഷ്യനെ പറ്റി ദൈവജനം പറയുന്നത്. അപ്പം മരണം മനുഷ്യരാശിയിൽ വന്ന ശേഷം എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ മരണം വന്ന ശേഷം കർത്താവ് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് മനുഷ്യൻ ഇപ്പോൾ വന്നത്. തേജസ്സും ബഹുമാനവും ഉണ്ടായിരുന്നു, സകലത്തിനും അധിപതിയായിട്ട് വാഴാൻ കർത്താവ് നിയമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ പാപത്താൽ മനുഷ്യൻ വീണുപോയി. കർത്താവ് പറഞ്ഞ് നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നീ ജീവിക്കും, പൊടിയിൽ നിന്ന് നിന്നെ എടുത്ത് പൊടിയിലേക്ക് നീ തിരികെ ചേരും. മരണം മനുഷ്യനിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് വിടുവിച്ച്, ഈ മരണത്തിൽ വിടുവിച്ച് പഴയ മഹത്വത്തിലോട്ട് എത്തിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. പണ്ടത്തെ മനുഷ്യൻ്റെ ആ മഹത്വത്തിലും പണ്ടത്തെ ആ തേജസ്സിലും പണ്ടത്തെ അധികാരത്തിലോട്ടും തിരികെ കൊണ്ടുവരാനാണ് നസ്രാനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേൽപ്പിച്ചത്. ആദാമിൻ്റെ പാപത്താൽ മരണം വന്നു. ക്രിസ്തു യേശുവിൽ ആ രക്ഷയിൽ നമ്മളെ ആ മരണത്തിൽ ജീവിച്ച് അതേ പഴയ അധികാരത്തിലോട്ട് കൊണ്ടുവരാനാണ് കർത്താവ് വന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം 21-22 വാക്യങ്ങൾ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആദാമിൻ്റെ പാപത്താൽ മരണം വന്നു, ക്രിസ്തുയേശുവിൽ നമുക്ക് ജീവനും പുനരുത്ഥാനവും വന്നു. കർത്താവിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സകലത്തിനും അധിപതിയായി വാഴേണ്ട മനുഷ്യൻ ആദാമിൻ്റെ പാപത്താൽ വീണുപോയി. മരണം മനുഷ്യരാശിയിലേക്ക് വന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ജീവന് പുനരുത്ഥാനവുമുണ്ട്. ഏത് മഹത്വത്തിൽ നിന്നാണോ നാം മരണത്താൽ നാം വീണുപോയത്, ആ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി, ആ ജീവനും പുനരുത്ഥാനവും തരാൻ വേണ്ടി നസ്രാനായ യേശു ക്രിസ്തുവിൽ ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് സത്യം. മനുഷ്യനെ കർത്താവ് ഏറ്റവും മഹത്വത്തിൽ സൃഷ്ടിച്ചാണ്. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സകലത്തിനും അധിപതിയായി വാഴാൻ സൃഷ്ടിച്ചു. പക്ഷേ പാപം മൂലം മനുഷ്യൻ വീണുപോയി. മരണം മനുഷ്യരാശിയിലേക്ക് വന്നു. ഈ മരണത്തിൽ നിന്ന് വിടുവിച്ച് പഴയ മഹത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് നസ്രാനായ യേശു ക്രിസ്തു ഭൂമിയിൽ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചത്. ആദാമിൽ നമുക്ക് മരണമുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് പുനരുത്ഥാനവും ജീവനുമുണ്ട്. ഇത്രയും നമ്മൾ കണ്ടു. അപ്പം ക്രിസ്തുവിൽ നമുക്ക് പുനരുത്ഥാനവും ജീവനുമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവനുണ്ട്. നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ക്രിസ്തുവിൽ നമുക്കൊരു നിത്യജീവനുണ്ട്. നിത്യയുഗങ്ങൾ നാം കർത്താവിൻ്റെ കൂടെ വാഴും. പക്ഷേ ആ നിത്യജീവൻ നമുക്ക് ഈ മരണം കഴിഞ്ഞ് പോകുമ്പോഴല്ല, ഇപ്പോൾ തന്നെ ആ ജീവൻ, ആ നിത്യജീവനും പുനരുത്ഥാനവും നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാൻ 5-ാം 12-13 വാക്യങ്ങൾ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ആദാമിൽ ഒരു മരണം വന്നെങ്കിൽ ക്രിസ്തുയേശുവിൽ ഒരു നിത്യജീവൻ, ഒരു ജീവൻ വന്നിട്ടുണ്ട്. ആ നിത്യജീവൻ നസ്രാനായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ നിത്യജീവൻ ഓൾറെഡി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഈ ലോകം വിട്ടിട്ട് പോകുമ്പോഴാണ് നിത്യജീവൻ. അല്ല, സ്പെസിഫിക്കായിട്ട് പറയുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും
നിത്യജീവൻ ഓൾറെഡി നമ്മുടെ അകത്തും ഓൾറെഡി ഉണ്ട്. ആദാമിൽ ഒരു മരണം വന്നെങ്കിൽ, ആദാമിൽ ഒരു മരണം വന്ന മഹത്വത്തിൽ നാം വീണു പോയെങ്കിൽ, ക്രിസ്തുവേശുവിൽ നമുക്കൊരു നിത്യജീവൻ ഓൾറെഡി ഉണ്ട്. അത് വിശ്വസിക്കുന്ന ഏവരിലും ആ നിത്യജീവൻ ഓൾറെഡി വ്യാപരിക്കുന്നുണ്ട്. ശരിയാണ്, നാം ഈ ലോകം വിട്ട് പോകുമ്പോഴാണ് നിത്യജീവൻ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നത്, അത് ശരിയാണ്. പക്ഷേ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എനിക്കും നിങ്ങൾക്കും ആ നിത്യജീവൻ ഓൾറെഡി നമ്മുടെ അകത്തുണ്ട്. ആ നിത്യജീവൻ ഓൾറെഡി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. ആദാമിൽ ഒരു മരണം വന്ന് മഹത്വത്തിൽ നിന്ന് വീണു പോയെങ്കിൽ, പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എനിക്കും നിങ്ങൾക്കും നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. എന്താണ് നമ്മൾ കണ്ടേക്കുന്നത്? മനുഷ്യനെ അതിമഹത്വത്തിൽ കർത്താവ് സൃഷ്ടിച്ചു. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സകലത്തിലും അധിപതിയാക്കി വാഴാൻ വേണ്ടി കർത്താവ് സൃഷ്ടിച്ചു. പക്ഷേ ആദാമിൻ്റെ പാപത്താൽ മനുഷ്യൻ വീണുപോയി. മരണം മനുഷ്യരാശിയിലേക്ക്. ഈ മരണത്തിന് വിടുവിക്കിട്ട് പഴയ മഹത്വത്തിലോട്ട് കൊണ്ടുവരാൻ നസ്രാനെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എനിക്ക് നിങ്ങൾക്ക് ആ നിത്യജീവൻ ഓൾറെഡി നമുക്കുണ്ട്. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ കണ്ടു. ഇത് കണ്ടപ്പോൾ നമുക്ക് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ചോദ്യം വരാം, ശരി, പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ കാണേണ്ടത്? അതെൻ്റെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണത് മാറ്റം വരുത്തുന്നത്? ഡെയിലി ലൈഫിൽ എന്ത് മാറ്റമാണ് ഞാൻ കാണുന്നത്? നമ്മൾ കേട്ടു, ആദാമിൽ മരണം വന്നു, ക്രിസ്തുയേശുവിൽ നിത്യജീവൻ വന്നു. ഓൾറെഡി ആ നിത്യജീവൻ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്ത് ഗുണം എന്ന് നമുക്ക് ചോദിക്കാം. ഇത് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു വേദഭാഗമാക്കിയ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ, കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഓ പ്രൈസ് ദി ലോർഡ്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. യെസ്, ആദാം നിമിത്തം മരണം വന്നു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഓ പ്രൈസ് ദി ലോർഡ്. കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്ന, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള ജീവനും അനുഗ്രഹവും ലഭിക്കുന്ന ഏറ്റവും അധികമായി ജീവനിൽ എങ്ങനെയെങ്കിലും ജീവിക്കുന്നല്ല, ജീവനിൽ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി അയ്യോ എന്ന് വിളിച്ച് ജീവിക്കുക എന്നല്ല പറയുന്നത്. ജീവനിൽ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും അയ്യമ്പടിയും നിലവിളിയും പിറുപിറുപ്പും ഇതെന്നതാണോ എന്ന് പറഞ്ഞ് ജീവിക്കുക എന്നല്ല പറയുന്നത്. കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഓ പ്രൈസ് ദി ലോർഡ്. പഴയ അധികാരത്തോടെ കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് സകലത്തിലും അധിപതിയായി വാഴാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. കർത്താവിൻ്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആ നിത്യജീവൻ ഇപ്പോഴും നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, കൃപയുടെ നീതിദാന സമൃദ്ധി നമ്മൾ ലഭിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഏറ്റവും അധികമായി ജീവനിൽ എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, എങ്ങനെയും നുഴഞ്ഞു കയറി സ്വർഗത്തിൽ പോകാനല്ല, അയ്യോ എന്ന് വിളിച്ചിരിക്കാനല്ല, ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഓരോ അവസ്ഥയിലും ക്രിസ്തുവിൽ ഞങ്ങൾ ജയോത്സവമായി നമ്മൾ നടക്കും. പിശാച് നമുക്കെതിരെ വരാം, പ്രലോഭനങ്ങൾ നമുക്കെതിരെ വരും, ഇതെല്ലാം ഈ ലോകത്തിലുണ്ട്. പക്ഷെ ഓരോന്ന് വരുമ്പോൾ നാം അതിന്മേൽ വാടുകൊണ്ട് ജയോത്സവം നടത്താൻ കർത്താവ് വിശ്വസ്തനാണ്. ഇതാണ് ക്രിസ്തുയേശുവിലുള്ള ജീവൻ നമ്മളുള്ളിൽ വ്യാപരിച്ച നാം മനസ്സിലാക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ജീവനിൽ അധിപതിയായിട്ട് പഴയ അധികാരത്തിൽ
പഴയ ആ മഹത്വത്തിൽ സകലത്തിലും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ഒരു ലെവലിൽ ജീവനിൽ വാഴാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആദാം നിമിത്തം പാപം വന്നു, മനുഷ്യൻ വീണുപോയാൽ ശരിയാണ്. പക്ഷെ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും, ക്രിസ്തുയേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഞാനും നിങ്ങളും പഴയ അധികാരത്തിൽ പഴയ ശക്തിയോടെ ഈ ലോകത്തിൽ വാഴാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. പാപം വരാം, പിശാച് ഓരോന്നും കൊണ്ടുവരാം, പക്ഷേ ക്രിസ്തുയേശുവിൽ ഓരോ ദിവസവും ജയോത്സവമായി നടന്ന് ഈ ജീവനിൽ വാഴാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. അതാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്ന അനുഗ്രഹം. കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ഈ ലോകത്തിൽ പിറുപിറുപ്പുണ്ടോ, അയ്യോ അഭാവത്തോടെ ജീവിച്ചു പോയി എങ്ങനെയും സ്വർഗത്തിൽ നുഴഞ്ഞു കയറാനല്ല, ഓരോ അവസ്ഥയിലും വാണുകൊണ്ട് ഓരോ അവസ്ഥയിലും ജയോത്സവത്തോടെ മുന്നോട്ട് പോകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഇതാണ് ക്രിസ്തുയേശുവിനുള്ള ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന നാം കാണാൻ സാധിക്കുന്ന കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ച യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണുപോയെങ്കിൽ, അതിലൂടെ മനുഷ്യരാശിയിലോട്ട് കടന്നു പോകുന്നെങ്കിൽ, പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ജീവനുണ്ട്. ആ ജീവന്റെ സമൃദ്ധി, കൃപയുടെയും സ്നേഹിതാനത്തിൻ്റെ സമൃദ്ധി ലഭിച്ച് ഞാനും നിങ്ങളും ഏറ്റവും അധികമായി ജീവനിൽ വാഴാനാണ് വിളിക്കപ്പെട്ടത്. പഴയ അധികാരത്തോടെ പഴയ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ ജീവനിൽ വാഴാനാണ് നമ്മൾ എന്നെയും നിങ്ങളും വിളിക്കപ്പെട്ട് ഇന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ജയോത്സവത്തോടെ നമുക്ക് നടക്കാം. കർത്താവിൻ്റെ കൃപയും നീതിദാനം ഓരോ ദിവസവും നാം കൂടുതൽ അനുഭവിക്കട്ടെ. അപ്പം ഇത്രയും നമ്മൾ കണ്ടു, നാം ക്ലിയറായിട്ടെല്ലാം കണ്ടാണ്. ഞാനൊന്നുകൂടെ റീക്യാപ്പ് ചെയ്യുന്നില്ല. ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് പറയാൻ വിചാരിക്കുകയാണ്, നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. 1900 സൗത്ത് ആഫ്രിക്ക ദേശത്ത് അപ്പോസ്തലനായ ജോൺ ജിയിലേക്ക് കർത്താവ് അതിശക്തമായി ഉപയോഗിച്ച് അപ്പോസ്തലനായ ജോൺ ജിയിലേക്ക് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഐഡിയ വന്നു. അന്ന് സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ചൈനയിൽ നിന്ന് കുറേ ഇമിഗ്രൻ്റ് ലേബറേഴ്സ് വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് കുറേ ഇമിഗ്രൻ്റ് ലേബറേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് വന്ന ലേബറേഴ്സ് അവരുടെ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് അങ്ങനത്തെ മത എല്ലാവരെയും കൊണ്ടുവന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ഇന്ത്യൻ ഹിന്ദു പ്രീസ്റ്റിനെ എല്ലാവരെയും കൊണ്ടുവന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ അനേക ഹിന്ദുസ്, അനേക ബുദ്ധിസ്റ്റ്, അനേക യഹൂദർ, അനേക ക്രിസ്ത്യാനികളുള്ള ഒരു സമയമായി. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരു ഐഡിയ വന്നു, നമുക്ക് എല്ലാ മതങ്ങളുടെയും ഒരു കോൺഫറൻസ് വെക്കാം. എല്ലാ മതത്തിൻ്റെയും പ്രീസ്റ്റുകൾക്ക് അവരുടെ മതത്തിൻ്റെ ദൈവത്തെപ്പറ്റി, എന്താണ് ദൈവത്തെപ്പറ്റി ആ മതം പറയുന്നത്, എങ്ങനെ ആ മനുഷ്യരെ അത് മാറ്റം വരുത്തുമെന്നുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവർ നടത്തി. ഹിന്ദു, ബുദ്ധിസ്റ്റ് അവരെല്ലാം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു യഹൂദ റബിയുടെ ഊഴമായി. അപ്പോൾ യഹൂദ റബി വളരെ പഠിപ്പുള്ള, വളരെ വേദപുസ്തകം പഴയ നിയമ ജ്ഞാനമുള്ള റബിയായിരുന്നു. അപ്പോൾ റബിയുടെ സമയം വന്നപ്പോൾ റബി എനിക്ക് തോന്നുന്നു രാത്രി 8 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 4:30 വരെ യഹൂദ മതത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ മഹത്വവും എങ്ങനെ യഹോവയായ ദൈവം മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. റബി പറഞ്ഞത് ഇപ്പം കർത്താവ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലോട്ട് മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ ചെരുപ്പൊന്നും മാറേണ്ടി വന്നിട്ടില്ല. അവർ നാച്ചുറൽ ഡീക്കെ കർത്താവ് മാറ്റി. പിന്നെ റബ്ബി പറഞ്ഞു, ഏലീശ ഒരു കോടാലി എടുത്തിട്ടപ്പോൾ ഏലീശ ഒരു ചെടി എടുത്തിട്ടപ്പോൾ ഒരു കോടാലി പൊങ്ങുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോടെ പറഞ്ഞു. കർത്താവ് മേഘസ്തംഭമായിട്ട് കൂടെ നിന്നു. വളരെ ഡീറ്റെയിൽഡായിട്ട് ദൈവത്തെപ്പറ്റി ഒരു ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള വെളിപ്പാട് റബ്ബി വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഊഴമായി. അപ്പം അത് ജോൺ ജിയിലേക്ക്, അപ്പോൾ ജോൺ ജിയിലേക്കായിരുന്നു അത് പറയാൻ റെസ്പോൺസിബിൾ ആയിരുന്നു. അപ്പം ജോൺ ജിയിലേക്ക് റബ്ബയുടെ ഇത് കേട്ടപ്പോൾ ജോൺ ജിയിലേക്കിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി.
റബ്ബി ഇത്ര മനോഹരമായിട്ട് ദൈവത്തെ പറ്റി പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഇനി എനിക്ക് പറയാനുള്ളത്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ? റബ്ബി അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. കൂടെ നിന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണോ? മേഘസ്തംഭമായിട്ട് കൂടെ നിന്ന ദൈവത്തെപ്പറ്റി റബ്ബി പറഞ്ഞു കഴിഞ്ഞു. അത്ഭുതങ്ങളാൽ പ്രവർത്തിക്കുന്ന ദൈവമാണോ? റബ്ബി അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. കോടാലി ഭൂമി എന്നെല്ലാം റബ്ബി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം? ക്രിസ്ത്യാനിറ്റിയുടെ ഊഴം വരുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റാമെൻറ്റിൽ ഉള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിനെ പറ്റി റബ്ബി അതിസമർത്ഥമായി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എന്തെനിക്ക് പറയാനുണ്ട്? ജോൺസിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം വളരെയധികം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഈ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചു, ബൈബിള് വായിച്ചു. എങ്ങനെ ഞാൻ ഫ്രെയിം ചെയ്യണം, എങ്ങനെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ വെളിപ്പാട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കാൻ സാധിക്കും? റബ്ബി ഭയങ്കരമായി പറഞ്ഞു. അതിലപ്പുറമായിട്ട് എനിക്ക് എന്ത് പറയാൻ സാധിക്കും? അവസാനം അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹം പറയുന്ന ഒരു സമയത്ത് കർത്താവ് ആ രഹസ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കി. അദ്ദേഹം പറയുന്ന ആ രഹസ്യം മനസ്സിലായപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് മാറിപ്പോയി. എന്താണ് ആ രഹസ്യം? അദ്ദേഹം പ്രാർത്ഥിച്ച് മനസ്സിലാക്കി. നമുക്ക് നോക്കിയാൽ മതി അദ്ദേഹത്തിന് എന്താ മനസ്സിലായത്. എന്താണ് ആ രഹസ്യം? പഴയ നിയമകാലത്ത് ദൈവം മേഘസ്തംഭമായി കൂടെ നിന്നു. പഴയ നിയമകാലത്ത് കർത്താവിനെ കാണുവാൻ ഒരു ആലയത്തിൽ പോകണം. ഈവൻ മോശ തന്നെ ഒരു സീനായ് മല കയറി വന്നപ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത്. പഴയ നിയമകാലത്ത് കർത്താവിൻ്റെ വഴി നടക്കണ ഒരു വലിയ ചട്ടങ്ങളും ഒരു ഭാരമേറിയ ന്യായപ്രമാണം നമ്മൾ കഷ്ടപ്പെട്ട് ഫോളോ ചെയ്താൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുതിയ നിയമ വെളിപ്പാടിൽ മേഘസ്തംഭമായ കർത്താവ് കൂടെയല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഓ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു വലിയ ചട്ടങ്ങൾ, ഭാരമേറിയ ചട്ടങ്ങൾ കഷ്ടപ്പെട്ട് നോക്കിയല്ല കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ അവൻ അനുരൂപമാക്കി നിർത്തി അവൻ ഇഷ്ടമുള്ളത് ചെയ്യിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ കാണുന്നു. ഓ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പഴയ നിയമകാലത്ത് കർത്താവ് മേഘസ്തംഭമായി കൂടെ നിന്ന് ഒരു ചട്ടങ്ങളൊക്കെ മനുഷ്യൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നടന്നു. പുതിയ നിയമകാലത്ത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ക്രിസ്തു വസിച്ചു. ഞാൻ പാപിയാണ്, എൻ്റെ സ്വഭാവം പാപ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി എന്നെ രൂപാന്തരപ്പെടുത്തി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി കർത്താവ് അവൻ്റെ പാതയെ നടത്തി കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ബാക്കി മതങ്ങളെല്ലാം പ്രസംഗിച്ചു. ഏതോ ഒരു ദൈവം, ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇന്നത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, തീർത്ഥാടനം ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു. റബ്ബി പ്രസംഗിച്ചു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ പറ്റി പ്രസംഗിച്ചു, മേഘസ്തംഭമായി കൂടെ നടക്കുന്ന ദൈവത്തെ പറ്റി പ്രസംഗിച്ചു. പക്ഷെ അതിൽ ഭയങ്കരമായ ക്രിസ്തീയ വെളിപ്പാടിതായത് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പാപസ്വഭാവമുള്ള എൻ്റെ ഉള്ളിൽ കർത്താവ് വന്ന് വസിച്ച് എന്നെ അവൻ അനുരൂപമാക്കി, എന്നെ മകനാക്കി, ആ കർത്താവിൻ്റെ സ്വഭാവത്തിൽ പങ്കാളിയാക്കി, അവനെ അനുരൂപമാക്കി എന്നിലൂടെ കർത്താവ് വൻ പ്രവർത്തി ചെയ്യുന്നു. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വെളിപ്പാട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടത് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കും. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത്. പ്രൈസ്, എത്ര ഭയങ്കരമായ വെളിപ്പാട്! മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു
കൂടെ നടക്കുന്നതല്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഏതോ വലിയ മല കയറി ഒരാലയത്തിൽ ചെല്ലുമ്പോൾ കാണാമെന്നല്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നു. എന്നെ മാറ്റി, എന്നെ രൂപാന്തരപ്പെടുത്തി എന്നിലൂടെ കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വെളിപ്പാട്. കർത്താവിനെ കാണാൻ വേണ്ടി ദൈവത്തെ കാണാൻ വേണ്ടി ഒരു തീർത്ഥാടന കേന്ദ്രം പോകണം. അത് ക്രിസ്ത്യൻ തീർത്ഥാടനമായിരിക്കും, ഹിന്ദു തീർത്ഥാടനമായിരിക്കും, മുസ്ലിം തീർത്ഥാടനമായിരിക്കും. അങ്ങോട്ട് പോകണ്ട. ഒരു വലിയ പ്രവൃത്തി ചെയ്യേണ്ട, വലിയ ഏതോ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ട. കർത്താവിനെ കാണാൻ വേണ്ടി ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നു. കൊള്ളരുതാത്തവനായ എന്നിലും നിങ്ങളിലും വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി അവൻ അനുരൂപമാക്കി മാറ്റി കർത്താവിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതിന് ഇതാണ് മർമ്മം. ഇതാണ് ജാതികൾക്ക് വെളിപ്പെട്ട മർമ്മം. ഇതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ മർമ്മം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. അനേക മതങ്ങൾ അനേക കാര്യങ്ങൾ പറയുന്നു. ഇത് ചെയ്താൽ മോക്ഷം കിട്ടും, ഇത് ചെയ്താൽ ദൈവത്തെ കാണും. വലിയ കാര്യങ്ങൾ സാക്രിഫൈസ് ദൈവത്തെ നിങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ വെളിപ്പാടാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഓ ദൈവത്തെ കാണണമെങ്കിൽ അടുത്ത് പോകണ്ട, നമ്മെ കണ്ടാൽ മതി. ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ എല്ലാം നമ്മിൽ വ്യാപരിക്കുന്നു. കൊള്ളരുതാത്തവനായ എന്നിൽ നിങ്ങളിലും വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി അവൻ അനുരൂപമാക്കി മാറ്റി ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ലോകത്തിൽ ചെയ്തു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഭാഗങ്ങൾ വായിക്കാം. 2 പത്രോസ് നമുക്കറിയാവുന്ന 1-ാം അധ്യായം 3-4 വാക്യം. മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താലും അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുള്ളൂ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താള നാശം വിട്ടെഴുന്നിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനിടവരുന്നു. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെയാണ് പാർട്ടേക്കർ ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാക്കി മാറ്റുന്നു. കൊള്ളരുതാത്തവനായ എന്നെ കർത്താവ് ഉള്ളിൽ വസിച്ച് കർത്താവിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി മാറ്റുന്ന ക്രിസ്തു. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മം. തീർത്ഥാടന കേന്ദ്രമല്ല, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതല്ല, മലമുകളിൽ പോയി കർത്താവിനെ കാണും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു കൊള്ളരുതാത്തവരായ എന്നിലും നിങ്ങളിലും വസിച്ച് എന്നെ അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീർക്കുന്നു. ഇതാണ് മർമ്മം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മം. ഇതാണ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഓ അവൻ്റെ ദിവ്യ കൊള്ളരുതാത്തവനായ എന്നിൽ വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി മാറ്റുന്നു. നമുക്ക് ഇതിനെപ്പറ്റി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാം വാക്യം. ന്യായ ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീർന്ന് കർത്താവിൻ്റെ പ്രവൃത്തി ഈ ലോകത്തിൽ നടത്തുന്നു. കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ ലെവലിൽ കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മളിലൂടെ ദൈവപ്രവൃത്തി ലോകത്തിൽ ചെയ്ത് അവൻ ലോകത്തിലിരിക്കുന്നത് പോലെ നാമും ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ ദൈവശക്തി നമ്മിലൂടെയും വ്യാപരിക്കട്ടെ. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വേറെ എവിടെയോ നിൽക്കുന്ന ദൈവമല്ല, പ്രാർത്ഥിച്ചാൽ എന്തൊക്കെയോ കേൾക്കുന്ന ദൈവമല്ല, തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി മോക്ഷം ചെയ്യാൻ ദൈവമല്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മിലൂടെ ദൈവം പ്രവർത്തി ചെയ്യുന്നു. വചനം പറയുന്ന അവൻ ഈ ലോകത്തിലിരിക്കുന്നത് പോലെ
നാമും ഇരിക്കുന്നു. ക്രിസ്തു ഇവിടെ ഈ ലോകത്തിൽ വന്ന് പിതാവിൻ്റെ ഹിതം എങ്ങനെ ചെയ്തു അതേ രീതിയിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മളിലൂടെ ആ ദൈവപ്രവർത്തി ചെയ്യുന്നു. ഇതാണ് ജാതികൾക്ക് വെളിപ്പെട്ട മർമ്മം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സീക്രട്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി അവൻ അനുരൂപമാക്കി മാറ്റി അവൻ്റെ പ്രവൃത്തി ലോകത്തിൽ ചെയ്തു. ഇതാണ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിച്ച് ക്ലോസ് ചെയ്യാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രായം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്ന നാം അറിയുന്നു. നമുക്കറിയാവുന്ന വാക്യം. അതിൻ്റെ കഴിഞ്ഞുള്ള വാക്യം നമുക്ക് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് നമ്മെ കർത്താവിൻ്റെ ലെവലിലോട്ടാണ് കർത്താവ് വിളിച്ചേക്കുന്നത്. പാപിയായിരുന്ന എൻ്റെ ഉള്ളിൽ കർത്താവ് വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി ഈ ലോകത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് ആ സ്വന്തം പുത്രൻ്റെ സഹോദരൻ എന്ന രീതിയിൽ ആ ലെവലിലോട്ട് വിളിച്ച് കർത്താവ് ലോകത്തിൽ അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ജനം നോക്കുന്നു ദൈവത്തെ എവിടെ കാണും. ജനം ഓരോ സ്ഥലത്തോട്ട് ഓടുന്നു. ജനം തീർത്ഥാടനം ചെയ്യുന്നു. ജനം സാക്രിഫൈസ് ചെയ്യുന്നു. പക്ഷേ ജാതികൾക്ക് വെളിപ്പെട്ട മർമ്മതാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആദാമ്യനോടെ മരണത്തിൽ നിന്ന് മഹത്തിന് വിട്ടുപോയ ക്രിസ്തു യേശുവിൽ നമ്മളെ ആ മഹത്തിലോട്ട് കർത്താവ് ഇങ്ങനെയാണ് വിളിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ജനം ദൈവത്തെ കാണാൻ വേറെടുത്തോട്ട് പോകണ്ട, നമ്മെ കണ്ടാൽ മതി. മനുഷ്യരായ ഞാൻ ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറിയിരിക്കുന്നു. ഇതാകുന്നു മർമ്മം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീർന്നു. ദൈവത്തിൻ്റെ തേജസ് എങ്ങനെ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ വ്യാപരിച്ചു, അതേ രീതിയിൽ എന്നിലൂടെ വ്യാപരിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്യുവാനാണ് കർത്താവിൻ്റെ ഉദ്ദേശം. ആ ലെവലിലോട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എത്ര അതിഭയങ്കരമായൊരു മർമ്മം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവ തേജസ്സോടെ ഈ ലോകത്തിൽ അവൻ്റെ കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരെക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, സൗത്ത് ആഫ്രിക്കയിൽ ഒരു ദൈവപ്രവർത്തിയിരുന്ന അപ്പോസ്തലനായ ജോൺസിലേക്ക് അവിടെ പ്രവർത്തിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വാൻ വ്യൂറൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ട്യൂബർക്കുലോസിസ് ബാധിച്ച് മരിക്കാനായിരിക്കുമായിരുന്നു. അപ്പം ജോൺജിലേക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കണ്ടില്ല. പക്ഷേ എങ്കിൽ പോലും അപ്പോസ്തലനായ ജോൺജിലേക്കിലൂടെ വന്ന ദൈവപ്രവൃത്തി അദ്ദേഹം കേട്ടു. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം പെട്ടെന്ന് ദൈവസന്നിധിയിൽ മുട്ടയെ കുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദൈവപ്രവൃത്തി ഞാൻ കേൾക്കുന്നത് ശരിയാണെങ്കിൽ കുടിയന്മാർ രക്ഷിക്കപ്പെടുന്ന, രോഗികൾ സൗഖ്യമാകും, നിനക്ക് അവർക്ക് വേണ്ടി ചെയ്യാമെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് ഉറക്കം നിലവിളിച്ചു. ആ നിമിഷം അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു. ട്യൂബർക്കുലോസിസ് മാറി. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. 18 വർഷമായിട്ട് അദ്ദേഹം ഭാര്യയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭാര്യ രക്ഷിക്കപ്പെട്ടില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ചോദ്യമില്ല, ഭാര്യ പുള്ളിയെ കണ്ടു. ഭാര്യയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് ഭാര്യ മുട്ടയെ കുത്തി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് രക്ഷിക്കപ്പെട്ടു. ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വസിച്ചു. ആ മഹത്വം അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ടു. ഭാര്യയും ഭർത്താവും കൂടെ 11 മക്കളോട് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ
മക്കളെല്ലാം രക്ഷിക്കപ്പെട്ടു. ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിച്ചു അവരെ വെളിപ്പെട്ടു. അദ്ദേഹം വേറെ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ സ്ഥലത്തോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 19 ഫാമിലീസ് രക്ഷിക്കപ്പെട്ടു. ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിച്ചു വെളിപ്പെട്ടു. അത് കഴിഞ്ഞ് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം, പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവസാന്നിധ്യം അത്ര അനുഭവിക്കട്ടു. പെട്ടെന്നൊരു ദൈവശബ്ദം കേട്ടു, നീ പ്രിട്ടോറിയ ദേശത്ത് പോവുക, പാർലമെൻറ്റിൻ്റെ ആൾക്കാരിലോട്ട് ഞാൻ നിന്നെ അയക്കാം. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു എനിക്ക് അദ്ദേഹം ബുച്ചറായിരുന്നു, ഈ ഇറച്ചി വെട്ടുകാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. അദ്ദേഹത്തിന് ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ സൗത്ത് ആഫ്രിക്കയുടെ പ്രൈം മിനിസ്റ്റർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം സൗത്ത് ആഫ്രിക്ക ഒരു ഇൻഡിപെൻഡൻറ്റ് ദേശമായിട്ട് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ലൂയിസ് ജോൺ ബോത്ത എന്നൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ ഒരു ജവഹർലാൽ നെഹ്റുവായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മനുഷ്യൻ. അപ്പോൾ ഈ വാൻ മ്യൂരൻ എങ്ങനെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല, എങ്ങനെയോ ഈ ലൂയിസ് ജോൺ ബോത്തയുടെ അടുത്തോട്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. ലൂയിസ് ജോൺ ബോത്ത പിന്നെ അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഈ മനുഷ്യൻ വാൻ മ്യൂരനെ അറിയാം. പണ്ട് മുതലേ ഒരു സാധാരണ വ്യക്തി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്പം റെക്ലെസ് ആയിട്ടൊക്കെ നടന്ന വ്യക്തിയായിട്ട് എനിക്ക് ഈ വാൻ മ്യൂരനെ അറിയാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്തോട്ട് എത്തിയില്ല. അദ്ദേഹം ഡെസ്കിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു തുടങ്ങി. ഞാൻ മാനസാന്തരം എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അതിൻ്റെ കാര്യം ഈ ലൂയിസ് ജോൺ ബോത്ത പറയുന്നത്, വാൻ മ്യൂരൻ ദൈവത്തെ പോലെ നടന്നു, ദൈവത്തെ പോലെ വാൻ മ്യൂരനെ കണ്ടാൽ ദൈവത്തെ പോലെ എനിക്ക് തോന്നി. അദ്ദേഹം ദൈവത്തെ പോലെ നടന്നു, ദൈവത്തെ പോലെ പ്രവർത്തിച്ചു. അദ്ദേഹം എന്നെ തൊട്ടില്ല, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചില്ല, ദൂത് പറഞ്ഞില്ല. അദ്ദേഹം നിന്നതേ ഉള്ളൂ. എനിക്കിവിടെ മാനസാന്തരം വന്നു കഴിഞ്ഞു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു വാൻ മ്യൂരൻ്റെ ഉള്ളിൽ വസിച്ചു വെളിപ്പെട്ടു. ജാതികൾക്ക് വെളിപ്പെട്ട മർമ്മം ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എവിടെയോ നിന്ന് പ്രാർത്ഥന കേൾക്കുന്നൊരു ക്രിസ്തുവല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചു. വാൻ മ്യൂരൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിച്ചു വെളിപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ കണ്ടപ്പോൾ ദൈവം നടക്കുന്നത് പോലെ, ദൈവം സംസാരിക്കുന്നത് പോലെ ഈ വാൻ മ്യൂരൻ നടക്കുകയും സംസാരിക്കുന്നതാണ്. അപ്പത്തിനൊരു മനസാന്തരം വന്നു. ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വസിച്ചു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കയറട്ടെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മളുടെ വൻ പ്രവർത്തി ചെയ്യട്ടെ. പഴയ മഹത്വത്തിലോട്ട്, പഴയ ജീവനിലോട്ട്, പഴയ അധികാരത്തിലോട്ട് നാം എത്തട്ടെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ വചനം ക്രിയ ചെയ്തിരിക്കാൻ സ്തുതിക്കുന്നു, അങ്ങനെ വചനം പ്രവർത്തിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. പലപ്പോഴും ഈ മർമ്മം നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എവിടെയോ നിൽക്കുന്നൊരു ദൈവം പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കേൾക്കുന്ന ദൈവമല്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ ഹിതം ഈ ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് മർമ്മം. അപ്പാ, പലപ്പോഴും ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെയല്ല അപ്പ, ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാണേ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കട്ടെ, നമ്മളെ മാറ്റട്ടെ, നമ്മളുടെ വൻ പ്രവർത്തി ചെയ്യട്ടെ. നിങ്ങളുടെ വചനം ക്രിയ ചെയ്തിരിക്കാൻ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.